കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയത് നീലാംബരി രാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ചെറിയൊരു ജതി മാതിരി ഒരു 2 താളോട്ടം അടവാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് സാഹിത്യം. അപ്പോൾ അത് നമ്മൾ അവസാനിക്കുന്നത് തക്കിട്ട 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 തക്കിട എന്ന തീരോട് കൂടിയാണ് അവസാനിക്കുന്നത്. ഇനി സാഹിത്യമാണ്. ഗൗരിയ നീലാംബരിയാണ്. അപ്പോൾ അത് തക്കിട്ട തിശ്രമാണ്. ഗൗരിയാമമ്മതൻ തൃത്തുടയിലമരുന്ന ഉണ്ണിഗണപതി തമ്പുരാനി ഞാനിതാ തൃപ്പദം കുമ്പിടുന്നേ ജ്ഞാനദീപം എന്നുള്ളിൽ തെളിഞ്ഞിടണേ എന്നാണ് പറയുന്നത് ഇവിടെ. അതിപ്പോൾ തീരുമാനം കഴിഞ്ഞ് അവിടെ നിന്നിട്ട് പിന്നെ പാർവതി ദേവി 2 വിധത്തിൽ പിടിക്കും. ഇങ്ങനെയും പിടിക്കും പാർവതി ദേവി. ഇവിടെ പിടിക്കുമ്പോൾ മൃഗശീർഷമാണ് പിടിക്കുക, ഇവിടെ പിടിക്കുമ്പോൾ മുകുരമാണ് പിടിക്കുക. അതിസുന്ദരിയായ ദേവി എന്നുള്ളതിനും ഇത് ശിവനും പാർവതിയും ചേർന്നത്. അത് ശിവൻ്റെ ഈ മുദ്രയ്ക്ക് അത് ഇവിടെ ഈ മുദ്ര ഇങ്ങനെയാണ് പിടിക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ ഗൗരിയാം ഗൗരിയാമമ്മതൻ ഗൗരിയാമമ്മതൻ കാലങ്ങനെയാണ് പറയുന്നത്. കയ്യിനോടൊപ്പം കണ്ണും ദേഹം ഗൗരിയാമമ്മതൻ. എന്നിട്ട് ഈ വലത്തെ കാല് വെച്ചിരിക്കുന്ന കാലം ഒന്ന് പുറകോട്ടേക്ക് കുത്തിയിട്ട് തൃത്തുടയിലമരുന്ന. അപ്പം ഗൗരിയാമമ്മതൻ തൃത്തുടയിലമരുന്ന ഉണ്ണിഗണപതി തമ്പുരാനേ. തമ്പുരാനേ എന്ന് പറയുമ്പോൾ ചെറിയൊരു വീരഭാവം വരണം. ഉണ്ണിഗണപതി ആണ് താനും. അപ്പം ഉണ്ണിഗണപതി തമ്പുരാനേ. ഇനി വീണ്ടും ആ കുട്ടിയുടെ ഭാവത്തിലേക്ക് വരികയാണ്. ആ ഭഗവാൻ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു പോവുക. ഗൗരിയമമ്മതൻ. എന്നിട്ട് ഞാൻ ശരിയാക്കാമ്മേ അതാണ് തൃത്തുടയിലമരുന്ന അമ്മ ഓട്ടക്കണ്ണിട്ട് നിൽക്കാം. ഉണ്ണിഗണപതി അത്രയും. ഉണ്ണിഗണപതി തമ്പുരാനേ മുമ്പോട്ടേക്കാൻ നടക്കണേ. ഗൗരിയമമ്മതൻ തൃത്തുടയിലമരുന്ന ഉണ്ണിഗണപതി. ഇനി കറങ്ങി ദേവി നിൽക്കുക. തമ്പുരാനേ. ഭഗവതി ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് ഭഗവാനെ വിളിക്കാൻ ഉണ്ണിഗണപതിയെ വിളിക്കണം ആദ്യം. അപ്പം അടുത്തേക്ക് 1-2 സ്റ്റെപ്പ് വെക്കണം. ഗൗരിയമമ്മതൻ എന്നിട്ട് കോരിട്ടു തൃത്തുടയിലമരുന്ന ഈ കാല് ഇങ്ങനെ വെക്കണം. തൃത്തുടയിലമരുന്ന ഉണ്ണിഗണപതി. ഭഗവാനെ താടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് തമ്പുരാനേ. ഒന്നും കൂടി ചെയ്യാം. ഗൗരിയമമ്മ തൃത്തുടയിലമരും ഉണ്ണിഗണപതി തമ്പുരാനേ. ഗൗരിയമമ്മ തൃത്തുടയിലമരും ഉണ്ണിഗണപതി തമ്പുരാനേ. ഗൗരിയമമ്മ തുടയിലമരുന്ന ഉണ്ണിഗണപതി തമ്പുരാനേ. ഞാനിതാ തൃപ്പദം അവിടെ ഇരിക്കണം ഉഴുമണ്ഡലത്തിൽ. ഞാനിതാ തൃപ്പദം കുമ്പിടുന്നേ. ജ്ഞാനദീപം, ജ്ഞാനത്തിൻ്റെ ദീപം. ഇവിടെ ഭരതനാട്യത്തിൽ ഇങ്ങനെയാണ് ദീപം കാണിക്കുക. ഈ 2ാമത്തെ പേരിൽ ഇതിൽ മധ്യമയാണ് കാണിക്കുന്നത് തൃപ്പൂർ. അപ്പം നൈവേദ്യം അല്ല, ദീപം കൽപ്പയാമി എന്ന് പറയുമ്പോൾ താന്ത്രിക മുദ്രയാണ് ഇങ്ങനെ വരും. ഇവിടെ ഞാനിതാ തൃപ്പദം കുമ്പിടുന്നേ ജ്ഞാനദീപം. അതിങ്ങനെ വരണം പേരിൽ. എന്നുള്ളിൽ ഇനി നീക്കുക. ആ ദീപം എൻ്റെ ഉള്ളിൽ, ജ്ഞാനദീപം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞിടണേ. ഭഗവാനോട് പ്രാർത്ഥിക്കും. ഇനി ഓരോ കാലമായിട്ട് ഇടത് കാല് ബാക്കിലിരിക്കുമ്പോൾ വലത്തെ കാലം കൊണ്ട് നമ്മുടെ കാലല്ല കാണിക്കുന്നത്, അതൊന്ന് ദൂരേക്ക് കാണിക്കും. അടുത്തേക്ക് ഇങ്ങനെയല്ല. ഞാനിതാ തൃപ്പദം കുമ്പിടുന്നേ ജ്ഞാനദീപം എന്നുള്ളിൽ
തെളിഞ്ഞിടണേ. കാല് മുന്നോട്ടാട്ടോ ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് അത് ഒന്നും കൂടി ആ ഗൗരിയാ മമ്മതൻ എന്നുള്ളത് എടുക്കുമ്പോൾ നമ്മുടെ ഇങ്ങനൊരു അടവുണ്ട്, ഭ്രമരി, തകണത്തിലെ ഭ്രമരിയാണ്, അതാണ് ചെയ്യണത്. പക്ഷെ കൈ തൊഴുത് പിടിച്ചുകൊണ്ട് ഗൗരിയമമ്മതൻ ഗൗരിയമമ്മതൻ, വലത്തേക്കാല് ഇടത്തേക്കാല്, വലത്തേക്കാല് ഇടത്തേക്കാല്. ഇനി തുടയിൽ ആ രണ്ട് കാലിങ്ങനെ വെച്ചിട്ട് പിന്നെ മൂന്നാമത്തെ കാല് ഇങ്ങനെ ഇടത്തേക്കാല് തിരിച്ച് വെച്ച് ഒരു കറക്കം. അതാണ്, അത് കാണിക്കും. തന്നെ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഗൗരിയ തുടയിലമരുന്ന ഉണ്ണിഗണപതി തമ്പുരാനേ. ഇത്രയും ഭാഗം തന്നെ കൊണ്ട് ചെയ്യില്ല. ഗൗരിയമമ്മതൻ തുടയിലമരുന്ന ഉണ്ണിഗണപതി തമ്പുരാനേ. ഗൗരിയാം അമ്മതൻ തുടയിലമരുന്ന ഉണ്ണിഗണപതി തമ്പുരാനേ. ഗൗരിയാം അമ്മതൻ തുടയിലമരുന്ന ഉണ്ണിഗണപതി തമ്പുരാനേ. ഞാനിതാ തൃപ്പദം കുമ്പിടുന്നേ, ജ്ഞാനദീപമെന്നുള്ളിൽ തെളിഞ്ഞിടണേ. ഞാനിതാ തൃപ്പദം കുമ്പിടുന്നേ, ജ്ഞാനദീപമെന്നുള്ളിൽ തെളിഞ്ഞിടണേ. ഗൗരിയാം അമ്മതൻ തുടയിലമരുന്ന ഉണ്ണിഗണപതി തമ്പുരാനേ.